പാക് അതിർത്തി ജില്ലകളിൽ കനത്ത ജാഗ്രത തുടരുന്നു. രാജസ്ഥാനിലും കശ്മീരിലും അതീവ ജാഗ്രത. ആശുപത്രികളിൽ അടിയന്തര സാഹചര്യം നേരിടാൻ നിർദ്ദേശം. രക്തവും ജീവരക്ഷാ മരുന്നുകളും കരുതാൻ നിർദ്ദേശം നൽകി. ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണോ ഇത്തരത്തിലുള്ള നിർദ്ദേശവും ജാഗ്രതയും? സുരേഷ്, തീർച്ചയായും ഈ അതിർത്തികളിൽ, അതായത് നമുക്കറിയാവുന്നതാണ്, നേരത്തെ പൂഞ്ചിലും രജൌരിയിലും എല്ലാം തന്നെ ഈ വെടിനിർത്തൽ ധാരണ അല്ലെങ്കിൽ പരസ്പര വെടിനിർത്തൽ ധാരണ ലംഘിച്ച് തുടർച്ചയായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിർത്തി ജില്ലകളിൽ ഏറ്റവും കരുതൽ വേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെയും ഇന്റലിജൻസിന്റെയും ഭാഗത്ത് നിന്നും കൃത്യമായി വന്നിരുന്നു. അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അത്തരം ഒരു ഭീഷണി നിലനിൽക്കുന്നതായുള്ള സൂചന വന്നത്. അത്തരത്തിലൊരു സൂചന സാഹചര്യത്തിലാണ് ഈ പ്രദേശങ്ങളിലെ അതിർത്തികളിലും കൃത്യമായ സാന്നിധ്യം ഉറപ്പാക്കാനും സുരക്ഷാ സംവിധാനം ഒരുക്കാനുമുള്ള നിർദ്ദേശം നൽകിയത്. ഏതെങ്കിലും രീതിയിലുള്ള നേരത്തെ പഹൽഗാം പോലുള്ള അതിർത്തി കടന്ന് നേരിട്ട് കരവഴി കടന്നെത്തി ആക്രമണം നടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്ന സൂചന നേരത്തെ തന്നെ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ നേരത്തെ ലഭിച്ച ഇന്റലിജൻസ് വൃത്തങ്ങളുടെ സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിൽ പഹൽഗാം ആവർത്തിക്കാമെന്ന ഒരു മുന്നറിയിപ്പ് രാജ്യത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അതായത് ഭാരത സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി നേരത്തെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടാമതൊരു പഹൽഗാം സമാനമായ ആക്രമണത്തിനുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാഹചര്യം മുൻകൂട്ടി കൊണ്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിർത്തി ഗ്രാമങ്ങളാണ്, വലിയ സംവിധാനങ്ങളുള്ള ആശുപത്രികളായിരിക്കില്ല അവിടെ ഉള്ളത്. അത്തരത്തിൽ പല രീതിയിലുള്ള പരിമിതികളുള്ള പ്രദേശമാകുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അപകടാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിൽ അതിർത്തി കടന്നെത്തി എന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ അത് വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അതുപോലെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക, രക്തം ഉൾപ്പെടെ സൂക്ഷിക്കുക എന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ അഭിസംബോധന ചെയ്യുന്ന സംവിധാനം. അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ നടപടികൾ എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള പ്രകോപനത്തിന് എത്രത്തോളം അതിശക്തമായ മറുപടി തന്നെയാണ് ഭാരതത്തിന്റെ സൈനികർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, വൻതോതിലുള്ള തിരിച്ചടി തന്നെയാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന അല്ലെങ്കിൽ വെടിനിർത്തൽ നീക്കങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പല തവണ, അതായത് ഈ നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ആ വേളയിൽ തന്നെ പല രീതിയിലുള്ള ആക്രമണങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷവും ആ രാത്രി തന്നെ, അല്ലെങ്കിൽ 1 മണി മുതൽ 1:05 മുതൽ 1:30 വരെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന് ശേഷമുള്ള രാത്രിയിൽ കാലഘട്ടത്തിൽ തന്നെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു, പുലർച്ചെയും ആക്രമണങ്ങൾ നടന്നു എന്നാണ്, അല്ലെങ്കിൽ വെടിനിർത്തൽ ലംഘനം നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും വെടിനിർത്തൽ ലംഘനം നടത്തി തുടർച്ചയായി വെടിനിർത്തി വെക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ശക്തമായ തിരിച്ചടി അന്നേ തന്നെ, അതായത് ഈ ആക്രമണം, പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ആ സമയത്ത് തന്നെ അതിന് പിന്നാലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അതിശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ വെടിനിർത്തൽ, അതായത് ഈ അതിർത്തി ലംഘിച്ച്, നേരത്തെ നമുക്കറിയാവുന്നതാണ്, സിംല കരാർ പ്രകാരമുള്ള ധാരണ സ്വമേധയാ ലംഘിക്കുന്ന ഒരു നീക്കം, അതായത് അതാത് രാജ്യങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ തുടരാമെന്നും പരസ്പരം വെടിയുതിർക്കേണ്ടതില്ല, തർക്കബാധിതമല്ലാത്ത പ്രദേശങ്ങളിൽ വെടിയുതിർക്കരുത്, തർക്കബാധിതമായ പ്രദേശങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നീ ധാരണകളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന സിംല കരാർ പൂർണ്ണമായും പിന്തള്ളുന്ന അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുന്ന ഒരു രീതി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ തള്ളിക്കളഞ്ഞ, ഏകപക്ഷീയമായി തള്ളിക്കളഞ്ഞ ആ സിംല കരാറിന്റെ ഭാഗങ്ങളെ ലംഘിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത്. അതിന്റെ ഒരു ഇമ്പാക്ട് തന്നെയാണ് നേരത്തെ നമ്മൾ നൽകിയ വാർത്തയുടെ സ്വഭാവവും. അതായത് മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി ഇത്തരത്തിലൊരു ആക്രമണം നടത്താനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ്.